ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങളേവരെയും നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐക്യത എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 133. ആക്രമങ്ങളാലും അത്യാഗ്രഹങ്ങളാലും ഐക്യത, സ്വാർത്ഥതയ്ക്ക് വഴിമാറുന്ന ഈ കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. ഇതാ, സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ക്രിസ്തീയ കുടുംബങ്ങളിലും സഭകളിലും ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഐക്യതയിലൂടെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും നന്മകളും പലപ്പോഴായി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ക്ഷമയും സഹനവും ഇല്ലാത്തതാണ് ഐക്യത നഷ്ടമാകാൻ പ്രധാന കാരണം. ഐക്യതയുടെ പ്രതിരൂപങ്ങളായ സ്നേഹം, ബഹുമാനം, ആദരവ്, അംഗീകാരം, കരുണ എന്നിവ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഐകമത്യം മഹാബലം എന്ന മഹത്വചനം കേൾക്കാൻ ഇൻപമുള്ളതും പ്രാവർത്തികമാക്കാൻ പ്രയാസമുള്ളതുമാകുന്നു. ഇന്നത്തെ കുറിവാക്യം എഫെസ്യർ 4:3. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കാൻ നാം ശ്രമിക്കുക. ദൈവവിളിയുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ ഐക്യത പ്രാപിപ്പാൻ ഈ നോമ്പുകാല വചനധ്യാനങ്ങളിലൂടെയും കൂട്ടായ്മകളിലൂടെയും ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.